മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളില്ലാതെ ഈ ഒരു വ്യക്തി ഓക്കെ ആണോ, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ടു കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓവറോളായിട്ട്. എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്, മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. 4 കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് 2 കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ തന്നെ മനസ്സിലാവുക, നിങ്ങളില്ലാതെ ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അവർ പാർട്ട്ണറായിട്ട് കണക്കാക്കുന്നത് നിങ്ങളെയാണ്. അവരുടെ അവർക്ക് സോൾ കണക്ഷൻ തോന്നുന്നതും ഒരുമിച്ച് യഥാർത്ഥ പാർട്ട്ണർ എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളെയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ സന്തോഷം, സമാധാനം ഒക്കെ. ഇതിനകത്ത് കണ്ടോ, അവർ അത്രയധികം എന്ത് കാര്യവും അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സിൽ നല്ല ഒരു ഹീലിംഗ് കിട്ടുന്നത്. നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ആളെ ഭയങ്കരമായിട്ട് മനസ്സിന് ആനന്ദം കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് അവരുടെ എല്ലാം. നിങ്ങളാണ് അവർ പാർട്ട്ണറായിട്ട് കാണുന്നതും. നിങ്ങൾ ഒരുമിച്ച് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളില്ലാതെ ഈ വ്യക്തി ഒരിക്കലും ഓക്കെ അല്ലെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങളുണ്ട്, ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ആൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വേൾഡാണ്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം, അവരുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അവർ അത്രയും മനസ്സിൽ കൊണ്ടു കിടക്കുന്നുണ്ട് നിങ്ങളെ. കാരണം വേറെ ഒന്നുമല്ല അവർക്ക് വേണ്ടത്, അവർ നിങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയൊരു തകർച്ചയൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ ഇപ്പോൾ നിലവിൽ ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എത്രയും നല്ല രീതിയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ രണ്ടുപേരും നല്ല രീതിയിലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ 10 കപ്സാണ്. അപ്പോൾ നിങ്ങളെ അത്രയും അവർ എന്താ പറയുക, ഒരു ഫാമിലി പോലെയാണ് അവർ കാണുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങളെ കാണുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ല പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. എന്തൊക്കെ ബുദ്ധിമുട്ട് ഈ ഒരു ബന്ധത്തിലുണ്ടെങ്കിൽ ശരി, ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോവില്ല ആ വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ഇനി എന്ത് ആൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ ഫാമിലി പ്രശ്നമോ ഇങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ശരി, ആൾക്ക് നിങ്ങളെ വേണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില പേർക്ക് അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു അവർ നിങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇതിനകത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ മൂണാണ്, മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ ഈ വ്യക്തിയും നിങ്ങളും നേരിടുന്നുണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ അതിൻ്റെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളില്ലാത്തതിൻ്റെ ആയിരിക്കാം ഈ വ്യക്തിക്ക് ഒരു ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയങ്കര മാനസിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ ഇതിനകത്ത് വലിയ രീതിയിൽ പ്രശ്നം വന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ.
അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ വ്യക്തി നേരിടുന്നത് മൊത്തം. പക്ഷേ ആൾ ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ആൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്നാണ് കാണുന്നത് കേട്ടോ. കാരണം അവരുടെ മനസ്സിൽ ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളെ കൂടെ തന്നെ മുന്നോട്ട് പോകണം അവർക്ക്, അതാണ് അവരുടെ ലക്ഷ്യം. അത്രയും അവർ നിങ്ങളെ കാണുന്നതിന് ഒരു ഫാമിലി പോലെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ അവർ നേടിയെന്ന് പറഞ്ഞാലും ഇനി ആരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ നിങ്ങൾ ഉള്ളപ്പോഴാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. പേജ് ഓഫ് കപ്സ്, എല്ലാ കപ്സിൻ്റെ എനർജിയാണ്. അത്രയധികം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്, അത്രയധികം കേട്ടോ. എല്ലാം നമുക്ക് കിട്ടുന്ന അതൊക്കെ കപ്സാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഭയങ്കര സ്ട്രെസ്സ് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ. ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ സ്ട്രെസ്സ് കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാത്തത് കേട്ടോ. അവരുടെ കരിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരിപ്പോൾ സ്റ്റക്കായി കിടക്കുക. അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവുമില്ല. ഒരുപാട് സ്നേഹം ഇപ്പോഴും, നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് ഷോർട്സ് ആണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഇതിന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചേഞ്ച് വരുത്തും എന്നാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ആൾ സ്റ്റക്കാണ്. കാരണം ഇപ്പോൾ നിങ്ങളിലേക്ക് വരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ആളുടെ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ, മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഈ ഒരു വ്യക്തി ഈഗോ ഉണ്ട് ആൾക്ക്, ഇടയ്ക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും, കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വേറെ ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്കല്ല ആയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല, കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ കാണുന്നുണ്ട്. ചെറിയൊരു കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോയതായിട്ടൊക്കെ കാണുന്നുണ്ട് ആളുടെ. അതെല്ലാവർക്കും അല്ല, ഒരു 10% പേർക്കാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എംബ്രറാണ്, ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം. ചില നേരത്തെ ആളെ ഒട്ടും നല്ല ഓക്കെ ആയിരിക്കും, ചില നേരത്തെ ആൾ ഒട്ടും ഓക്കെ അല്ലാത്തൊരു പ്രകൃതം, ചില നേരത്തെ സ്നേഹം നിങ്ങളടുത്ത് ഒരു കടുംപിടുത്ത സ്വഭാവം, സ്നേഹം കാണിച്ചില്ലെന്ന് വരാം. എല്ലാ സമയവും അവർ ഒരുപോലെയല്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഒരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളാണ് അവരുടെ എല്ലാം എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എല്ലാം കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നു 6 ഓഫ് ഷോർട്സിൻ്റെ എനർജി, അതേപോലെ പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് എല്ലാം കപ്സിൻ്റെ എനർജിയാണ്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്ന് പറയുന്നത്, ആൾക്ക് മുന്നോട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടും തേർഡ് പാർട്ടി ഇതിനകത്തുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ആൾക്ക് ഒരു ഭയമുണ്ട്. ഇപ്പോൾ ഭയങ്കര വിഷമവും അനുഭവിക്കുന്നുണ്ട് ആൾ. കുറച്ച് ശതമാനം പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടാണ് ആളിപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല. നമുക്ക് എല്ലാം എടുത്ത് നോക്കിയതെല്ലാം കപ്സ് എനർജിയാണ്. ഇതുണ്ടോ, കിങ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല, മുന്നോട്ട് പോകാൻ പോലും ചലിക്കാൻ പോലും പറ്റാത്ത എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ആൾക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കൊണ്ടാണ്, ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത്. പക്ഷേ തീർച്ചയായിട്ടും ആൾ പൂർവാധികം ശക്തിയോടെ തന്നെ മടങ്ങി വരും. ആളുടെ പ്രയാസങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ച ആൾ വരും കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയുക, മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും, ചില സാഹചര്യത്തിൽ ആളുടെ ജോലി സ്ഥലത്തായിരിക്കാതെ, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും ആൾ. ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. പിന്നെ പോരാത്തതിന് ആൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട് ആളുടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ് ഫീലിങ്സൊക്കെയാണ്. അതുകൊണ്ടാണ് ആൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും പറ്റാത്തത്. ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹത്തിനൊന്നും യാതൊരു കുറവില്ല. ഒരുപാട് സ്നേഹം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്, അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. കോഴിക്കോട്, ബ്ലൂ കളർ, കാസർഗോഡ്, ജനുവരി, തിരുവാതിര, അത്തം നക്ഷത്രം,
ഭരണി നക്ഷത്രം, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിങ്ക് കളർ, അശ്വതി, തിരുവനന്തപുരം, തൃക്കേട്ട, ഗൾഫ് രാജ്യം. മിറാക്കിൾസ് സംഭവിക്കും നിങ്ങൾക്കിടയിൽ, ഒരു മിറാക്കിൾസ്. ഏപ്രിൽ, ഗ്രീൻ കളർ. ഓഗസ്റ്റ് മാസം, ഉത്രട്ടാതി നക്ഷത്രം. ബാങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസിന് നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ വൈറ്റ് ബട്ടർഫ്ലൈസിനൊക്കെ കാണുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന സമയമായിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ആ മനസ്സിലാക്കുക, ആൾ നിങ്ങൾ അത്രയും അധികം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മലപ്പുറം, ലോയർ ആയിരിക്കാം. പത്തനംതിട്ട, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. പർപ്പിൾ കളർ, ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഉത്രാടം, രോഹിണി നക്ഷത്രം, കോട്ടയം, എച്ച് ആണ് വന്നിരിക്കുന്നത്. ഡിസംബർ മാസം, ലെറ്റർ യു ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ജി. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഒക്ടോബർ, ജെ, ഡി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ഐ ആണ് വന്നിരിക്കുന്നത്. മൂലം നക്ഷത്രം, 15 ജൂൺ മാസം, 28, 42, 31, 35, 50 ആണ്. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്